അതും നമുക്ക് ജ്യോതിഷപരമായിട്ട് അറിയാൻ പറ്റും. തീർച്ചയായും അതും സമയബന്ധിതം. ചില സമയങ്ങളിൽ ചില ഭക്ഷണങ്ങൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള ആസ്പെക്ട്സ്. ഇപ്പം അനുവദിക്കാൻ ഒരു കാരണവശാലും കാര്യമുണ്ട്. എന്റെ വീട്ടില് ഇങ്ങനെ സംഭവിച്ചപ്പോ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാനും ഇങ്ങനെ പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോലും അല്ല, റാൻഡംലി നമ്മൾ പോലും അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട്. അപ്പൊ അവരുടെ കുട്ടിയുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം, കണ്ണിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അതും പ്രകാരം ഡോക്ടറുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമസ്കാരം, ഞാൻ എക്സ്പ്ലെയിനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കമൻസ് ആയിട്ടും അല്ലാതെ നമുക്ക് മെസ്സേജായിട്ടും വന്നിട്ടുള്ള ഒരു ബേസിക് ചോദ്യമാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ശാന്തചേച്ചിയോട് ചോദിക്കുന്നത്. എല്ലാവർക്കും വളരെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് അവരവരുടെ മക്കളുള്ളവർക്ക്. അപ്പം ഈ മക്കളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളിൽ മകൻ്റെ ഗ്രഹനിലയിൽ ഇന്ന ഗ്രഹം ഇന്ന സ്ഥാനത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ബേസിക്കലി നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ജ്യോതിഷം നമ്മൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, നമ്മളുടെ മക്കളെ സംബന്ധിച്ച് ജനന സമയം മുതൽ എങ്ങനെയാണ് ഈ ജ്യോതിഷശാസ്ത്രത്തിനെ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ശാന്തചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി സ്വാഗതം. നമസ്കാരം. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ജനന സമയം വെച്ചിട്ട് അവരുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പറയാനറിയില്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എന്നെ ഒരാൾ വിളിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു, അവരുടെ കുട്ടിയുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം. ചെറിയ കുട്ടിയല്ല കേട്ടോ, ജനിച്ച ഉടനെ അല്ല, 2 വയസ്സ് 3 വയസ്സൊക്കെ കഴിയും. അപ്പോൾ അവരുടെ കുട്ടിയുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം, കണ്ണിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അതും പ്രകാരം ഡോക്ടറുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ചെറിയ പ്രായത്തിൽ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. ഞാൻ അത് നോക്കിയപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് 2ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടാണ് കണ്ണിനെ പറ്റി പറയുക. അപ്പോൾ അവിടെ പാവഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ കോമ്പിനേഷൻ, അപ്പോൾ കണ്ണിന് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ആ ഒരു ദേശകാല കുട്ടിക്ക് ഉടനെ നടക്കുന്നത് കൊണ്ടാണ്. ഇല്ലേ ഇനി 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുള്ളതെങ്കിൽ ആ സമയത്തായിരിക്കും അസുഖം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്ലാനറ്ററി പീരീഡ് ദശാകാലം നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഡോക്ടർ കണ്ടെത്തി കുട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോഴായതുകൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും നമ്മൾക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോവുക, പിന്നീട് അതൊരു വലിയ പ്രോബ്ലമായിട്ട് വരാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റും നോക്കുന്നത്. പിന്നീട് കുറച്ചൊന്ന് പ്രായമായി കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ചില കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. ചില കുട്ടികൾ പെട്ടെന്ന് മറന്നുപോകും. അപ്പോൾ അതൊക്കെ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ട് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യാം. പിന്നെ നമ്മൾക്ക് അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികൾ ഇമോഷണലി ഉള്ള സമീപനം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ. ചില കുട്ടികൾക്ക് അമ്മയോട് കൂടുതൽ അടുപ്പമുണ്ടാകും, ചിലർക്ക് അച്ഛനോടുണ്ടാകും. അപ്പോൾ ചില കുട്ടികളോട് നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഉടനെ അനുസരിക്കും. അങ്ങനെയുണ്ടല്ലോ. ചില കുട്ടികളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവർക്കത് എടുക്കാനേ പറ്റില്ല. അനുസരിക്കില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നിയിട്ട് അവരുടെ ഈഗോയ്ക്കൊക്കെ പ്രശ്നമായി അത് ചെയ്യില്ല അങ്ങനെ. അപ്പോൾ ആർക്കാണ് അതുപോലെ ചില കുട്ടികൾ വളരെ കുഴപ്പക്കാരാണെന്ന് അവർ പറയും. പക്ഷെ ചില ആളുകൾക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ സഹോദരങ്ങൾക്കായിരിക്കും, ചിലപ്പം അമ്മയ്ക്കായിരിക്കും, അച്ഛനായിരിക്കും. ആ വ്യക്തിക്ക് ഇവരെ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ബുധൻ്റെ ഒരു സ്ഥിതി ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുന്നതിന് താമസം വരും. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ വ്യാഴം അതുപോലെ കുറച്ച് മോശമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, മോശം മീൻസ് പാപഗ്രഹങ്ങളുടെ ബന്ധത്തോടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് പോകും, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. അതുപോലെ ചിന്ത സ്കാറ്ററാവും, ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ അവരുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ തലമൊക്കെ മനസ്സിലാക്കി നമുക്ക്
ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ചില കുട്ടികൾ രാത്രിയിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാത്രിയാകുമ്പോൾ ഇറങ്ങിപ്പോകുന്നു, എപ്പോഴും കയറി വരിക, വീട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത് ഇവന് അനുസരണയില്ല. ബാക്കിയെല്ലാം ശരിയാണല്ലോ, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനൊരു അനുസരണയില്ല, അല്ലെ ഇവൾക്കൊരു അനുസരണക്കുറവാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ശരിക്കും അങ്ങനെ ചില കേസുകളിൽ അത് മനോവൈകല്യം തന്നെയാണ്. നേരത്തെ തന്നെ കണ്ടെത്തി അതിനു വേണ്ട പ്രായത്തിൻ്റെതായ ഒരു ടെൻഡൻസി അല്ല, അവർക്ക് ജന്മനാ ഉള്ള അവരുടെ കോമ്പിനേഷൻ തന്നെ മനോവൈകല്യത്തിൻ്റെ കോമ്പിനേഷൻ ഉള്ളവരാണ്. അപ്പോൾ അതിനൊക്കെ ഗൈഡൻസ്, അതിനൊക്കെ പ്രിക്കോഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെ കുറച്ചെങ്കിലും ഒരു നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് സ്വഭാവ വൈകല്യമാണ്, അനുസരണക്കേടാണ്. എപ്പോഴും പറയുന്നത് അനുസരണയില്ല എന്നാണ്. അനുസരണക്കേടാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ കുട്ടിക്ക് തക്ക സമയത്ത് മരുന്ന് വേണ്ടതാണെങ്കിൽ മരുന്ന് കൊടുക്കുക, കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക. അതിന് സ്ഥൂലവും സൂക്ഷ്മവുമായ തലത്തിലുള്ള മരുന്നും മന്ത്രം എന്നല്ലേ പറയുന്നത്, ഗൈഡൻസ് കൊടുക്കണം. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അങ്ങനെയുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരണം കാരണം അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അതോ പണ്ടും ഉണ്ടായിരുന്നിരിക്കണം ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഒരു ലെവൽ വരുമ്പോൾ ഈ കുട്ടിയുടെ ടെമ്പറമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ അവർക്കതിൽ സക്സസ് ആവാൻ പറ്റും. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജോലി ചെയ്യുമ്പോഴും. ഇപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടത്തില്ല, സ്വാഭാവികമല്ലേ? അതുപോലെയാണ് നമുക്കതിനൊരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോൾ ഒരു ടെക്നിക്കൽ ടെമ്പറമെൻ്റ് ഉള്ള കുട്ടിയെ കൊണ്ട് ആർട്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് പൂർണ്ണമായിട്ട് പഠിക്കാനും പറ്റില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി സന്തോഷത്തോടെ ചെയ്യാനും കഴിയും. അപ്പോൾ പഠിക്കാനും ഇതിൽ ജോലി ചെയ്യാനും പറ്റുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു ഗൈഡൻസിന് ഉപയോഗിക്കാം. പക്ഷെ അത് അവർക്ക് തന്നെ സ്വയം അറിയാൻ പറ്റില്ലേ? പലപ്പോഴും ചിലർക്ക് അത് അറിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ ചിലർക്ക് മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കും, അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അങ്ങനെയൊക്കെയാണ്. ഏത് പാഷൻ ആക്കണം, ഏത് പ്രൊഫഷൻ ആക്കണം എന്നുള്ള തീരുമാനിക്കാൻ പറ്റാതെ വരും. പിന്നീട് വിവാഹമാണല്ലോ ഉള്ളത്. അതിപ്പോൾ എന്തായാലും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ബന്ധങ്ങളെ, രണ്ട് വ്യക്തികൾ ചേർന്നുള്ള ഒരു യാത്രയാണല്ലോ പിന്നീട്. അപ്പോൾ ആ യാത്രയിൽ നമ്മളെങ്ങനെ മാറ്റം ഉൾക്കൊള്ളണം എന്നുള്ളത് അസ്ട്രോളജി നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഏത് ആംഗിളിലാണ് നമ്മൾക്ക് വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു തലം എവിടെ വരെയുണ്ട്. ഇപ്പോൾ സ്ഥിരരാശിയിൽ ഗ്രഹങ്ങളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പ്രയാസം വരും. അതേസമയം ചാരരാശിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ വായുരാശിയുള്ളവർക്കും പെട്ടെന്ന് ആളുകളോട് മിങ്കിൾ ചെയ്യാനൊക്കെ പ്രയാസമില്ല. അപ്പോൾ സ്ഥായീഭാവം കുറവാണ്. അങ്ങനെ ഒരുപാട് രാശികളും ഗ്രഹങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരും. അത് വെച്ച് നമ്മളെ പറ്റി തന്നെ ഒന്ന് ഒരു അവബോധം നമുക്കുണ്ടാകുക. പിന്നെ പാർട്ട്ണറുടെ ഗ്രഹനില വേണമെങ്കിൽ പരിശോധിക്കാം. അയാൾക്ക് എങ്ങനെയാണ് സ്ഥായിയായിട്ടുള്ള വ്യക്തിത്വം. അപ്പോൾ ആ രണ്ടുപേരും തമ്മിൽ പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? വിവാഹം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ എത്രമാത്രം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, മറ്റേയാൾക്ക് എത്രമാത്രം ആ ലെവലിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കുന്നത് ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ. അതിന് അസ്ട്രോളജിയാണ് ഏറ്റവും നല്ല ടൂൾ. കാരണം മനസ്സിൻ്റെ വ്യാപാരങ്ങൾ ഇപ്പോഴത്തേതും അപ്പം ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ പ്ലാനറ്ററി പീരീഡ് ചേഞ്ച് ആവും. ഇപ്പം നടക്കുന്നതായിരിക്കത്തില്ല. ഇപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരാൾ വിവാഹം കഴിച്ചു, 35 വയസ്സ് കഴിയുമ്പോൾ അയാൾക്ക് വേറൊരു ദശകാലം. ഇപ്പോൾ ചന്ദ്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്, 35 വയസ്സ് കഴിയുമ്പോൾ അയാൾക്ക് ചൊവ്വാദശ വരും. അപ്പോൾ അയാളുടെ സ്വഭാവം മാറും. ഇപ്പോൾ അയാൾക്കുള്ളത് ഒരു വാട്ടർ എലമെൻറ്റിൻ്റെ സ്വാധീനമാണ്. ആ വാട്ടർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ വൈകാരികത കൊടുക്കും, സെൻസിറ്റിവിറ്റി കൊടുക്കും, മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും. അങ്ങനെ ഇരിക്കുന്ന ആൾ നേരെ ഫയറിലേക്ക് അങ്ങ് മാറും. എന്താണ് ഫയറിൻ്റെ സ്വഭാവം? എന്താണ്? പെട്ടെന്ന് പ്രതികരിക്കുക, ഇത്രയും ഇമോഷണൽ അല്ലാതാകുക. അപ്പോൾ അടുത്തുള്ള ആൾ പറയുന്നത് എന്താ, കുറച്ച് നാളായിട്ട് ഇയാൾ ഇങ്ങനെയല്ലായിരുന്നു, പെട്ടെന്ന് ഇതാ മാറി. അതായത് ബേസിക് നേച്ചർ മാറുന്നതല്ലേ. വാതാപിത്ത കഫ പ്രകൃതം മാറുമ്പോൾ സ്വഭാവം മാറുമല്ലോ, ആയുർവേദം പറയുന്ന അറിയാമല്ലോ. അതേപോലെ തന്നെ മനസ്സിൻ്റെ ഘടന മാറും, ഇഷ്ടാനിഷ്ടങ്ങൾ മാറും. അപ്പോൾ ഇത് രണ്ടുപേരുടേതും കൂടെ ഒരു ബാലൻസ് ചെയ്ത് പോകുന്നതാണെന്നൊക്കെ അറിയാൻ വേണ്ടി ആ കാലയളവിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ജോലിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് മേഖലകളിൽ ഫോക്കസ് ചെയ്യണം
എവിടെയാണ് നമ്മുടെ മെറിറ്റ് ഉള്ളത്, നമുക്ക് കൂടുതൽ സക്സസ് ആവാൻ പറ്റുന്നതെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ചിലർക്ക് നന്നായി ജോലി ചെയ്യും, പക്ഷേ അവർ പറയാറുണ്ട്, ഇന്നലെയും കൂടെ ആരോ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റൊക്കെ വേറെ ആളുകൾ എടുക്കുന്നു. കാരണം അവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇത്രയും ജോലി ചെയ്യുന്നെന്ന് അവരത് മറ്റുള്ളവരുടെ മുന്നേ കാണിക്കുന്നില്ല. ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ, പിന്നെ നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണോ? അത് ശരിക്കും നമ്മൾ കോർപ്പറേറ്റ് വേൾഡിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഫസ്റ്റ് ലെസൺസിൽ ഒന്നാണ്, പണിയെടുത്താൽ മാത്രം പോരാ, നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും കൂടെ വേണം എന്നുള്ളത്. ചിലർക്കത് ഒരു മോശമായിട്ട് തോന്നും, അവശ്യകാര്യമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അതേപോലെ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നതിൽ എന്താണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്, നമ്മൾ ഏതുതരം ഭക്ഷണം കഴിച്ചാൽ ഏതുതരം ചിന്തകളാണ് വെക്കേണ്ടതെന്നൊക്കെ പോലും നമുക്ക് സൂക്ഷ്മതലത്തിൽ പോലും അറിയാൻ പറ്റും. അങ്ങനെ എല്ലാ മേഖലകളിലും, ഇപ്പം ഇനി വാർദ്ധക്യകാലത്താണെങ്കിലും നമ്മളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ വരും ഡേ ടു ഡേ അല്ല, എന്നാലും ഏകദേശം ജനറലായിട്ട് പ്രോആക്റ്റീവായിട്ട് അതിന് ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സംശയമാണ്, എനിക്കിപ്പം കർമ്മം കൊണ്ടൊരു അനുഭവം വരേണ്ടതുണ്ട്, പക്ഷേ ഈ ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ എനിക്കത് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു. അപ്പം അതിനനുസരിച്ച് എൻ്റെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന് പ്രോആക്റ്റീവായിട്ട് ഞാൻ അതിന് വരാതിരിക്കാനുള്ള ആക്ഷൻസ് എടുത്താൽ കർമ്മം കൊണ്ട് നടക്കാനുള്ളതാണെങ്കിലും നടക്കാതിരിക്കാൻ അത് എടുക്കാനുള്ള ഒരു കർമ്മം ഉണ്ടെങ്കിലല്ലേ എടുക്കുള്ളൂ. ഓക്കെ, അതായത് ജ്യോത്സ്യനെ അപ്രോച്ച് ചെയ്യാനുള്ള, അത് അനുഭവിക്കാതിരിക്കാനുള്ള ഒരു കർമ്മം ഉള്ളത് കൊണ്ടാണ് അത് അനുഭവിക്കാതിരിക്കുന്നത്. മഴ വരും എന്നുള്ളത് പ്രകൃതി നിയമമാണ്, കുടയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ധർമ്മമാണ്, നമ്മളുടെ ഫ്രീഡമാണ്. വേണമെങ്കിൽ കുടയെടുക്കാം എന്ന് പറഞ്ഞത്. മഴയെന്ന് പറയുന്നത് പ്രകൃതി നിയമം, മാറ്റി വയ്ക്കാൻ പറ്റില്ല. കുടയെടുക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലി ആസ് എ പേരൻറ്റ് എനിക്ക് ലൈഫിൽ വളരെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയൊരു കാര്യം, പലപ്പോഴും നമ്മൾ കുട്ടികളെ ശകാരിക്കുന്നതോ കുട്ടികളുമായിട്ടുള്ളൊരു പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നതോ ഒരു പാറ്റേണിൻ്റെ പുറത്തായിരിക്കും. എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാനും ഇങ്ങനെ പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോലും അല്ല, റാൻഡംലി നമ്മൾ പോലും അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് ഒരു റെസ്പോൺസ് നമ്മളിൽ നിന്ന് വരുന്ന അതാണ്. പക്ഷെ അപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കുഞ്ഞിന് ഇങ്ങനെ ഒരു സമയമുണ്ട്, അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അവളുടെ മനസ്സിൻ്റെ ഒരു തലത്തിലുള്ള അല്ലെങ്കിൽ മാനസിക വൈകല്യം അല്ലെങ്കിൽ വൈകല്യമല്ല, ആ സമയത്തിൻ്റെ നമ്മുടെ കുട്ടിയാണെങ്കിലും അത് വേറൊരു സോളാണ്, ശരീരം മാത്രമാണ് നമ്മുടേത്. ആ സോള് നമ്മളിൽ കൂടി ഒരു ശരീരം സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ അഭിമാന ബോധവും വൈകാരിക തലവും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു സമീപനം വളരെ നല്ലത്. അതൊരു ടോട്ടൽ വേറൊരു ഇൻഡിവിജ്വൽ ആണ്, സ്വന്തമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയോ നമുക്ക് ശരിയെന്നുള്ളത് തോന്നുന്നത് പോലെയോ മാത്രം പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കില്ല. തീർച്ചയായും സാധിക്കില്ല. ഇത് സമയബന്ധിതമായിട്ടും ഉണ്ടാവാമല്ലോ. ഉണ്ടാകും. ഈ നടക്കുന്ന പ്ലാനറ്ററി പീരീഡിന് ഒരു വലിയ സ്വാധീനമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും നമ്മൾ അവരെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും കമ്പാഷനേറ്റ് ആയിട്ടും അവരെ സമീപിക്കാനും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസസ്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എപ്പോഴും ഞാൻ പ്രത്യേകിച്ച് കവിത എനിക്ക് ഈ മനുഷ്യരുടെ മനസ്സിനെ പറ്റിയാണ്. കാരണം മനസ്സ് വേദനിക്കുന്ന ഒരു വേദനയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ മനസ്സെങ്ങനെയാണ് എന്നുള്ളതാണ് പെട്ടെന്ന് ഫോക്കസ് ചെയ്യല്. ഇവരെന്ത് ജീവിതത്തിൽ നേടുന്നു, ഇവർ ഏത് പദവിയിലിരിക്കുന്നു എന്നൊന്നും വലിയ ശ്രദ്ധ എനിക്ക് വരാറില്ല. ഈ മനസ്സെങ്ങനെയുണ്ട്, മനസ്സ് വേദനിക്കുന്നുണ്ടോ, മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ചില കുട്ടികളുണ്ട് വളരെ റിബലായിട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങി ഇവനിപ്പം പഴയ പോലെ ഒന്നും അനുസരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അപ്പോൾ തന്നെ ഗ്രഹത്തിൽ നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, അവൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയാണ് അവനോട്? അദ്ദേഹത്തിന് ജോലി തിരക്കുകൊണ്ട് അവനെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനാണ് അവനെ പഠിപ്പിക്കുന്നതും എൻ്റെ കൂടെയാണ് നടക്കുന്നത്. ഞാൻ പറയും, അച്ഛനോട് പറയൂ കുട്ടിയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ. അവന് അച്ഛൻ്റെ സമയമാണ് വേണ്ടത്, അച്ഛൻ്റെ കെയറാണ് വേണ്ടത്. ആ ഒരു പീരീഡിൽ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വലിയ സ്വഭാവം വളരെ വ്യത്യാസം വന്നതായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില കുട്ടികൾ എന്തിനും നല്ല വഴക്ക് കൊടുത്താൽ മാത്രം നന്നാകുമെന്ന് ചില പേരൻസ് വിചാരിക്കുമല്ലോ. അപ്പോൾ അവനോട് ദേഷ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യില്ല. നിങ്ങളൊന്ന് സ്നേഹമായിട്ട് പറഞ്ഞു നോക്കൂ. അപ്പോൾ അമ്മയുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവനോട് ഈ ഒരു രീതിയിലുള്ളൊരു സമീപനമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അത് ശരിയായെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. മനോവൈകല്യമുള്ള കുട്ടികളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. സാധാരണ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്
അതേ പ്ലാനറ്ററി ഏത് ദശാകാലം നടക്കുന്നോ അതനുസരിച്ചുള്ള വ്യക്തികളോട് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടും. അതുപോലെ ഏത് അവരുടെ ആ പ്ലാനറ്ററി കോമ്പിനേഷൻ അനുസരിച്ച് അച്ഛനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, സഹോദരങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ചില കുട്ടികളെ സുഹൃത്തുക്കൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് സുഹൃത്തുക്കളെ കൊണ്ട് ദോഷമുണ്ടാകും. ഇപ്പോൾ ചില കുട്ടികൾ വീട്ടിലാരും ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ അവരുടെ ഗ്രഹനിലയിലുണ്ടാകും. ഞാൻ പറയും, ഇവരുടെ അടുത്ത സുഹൃത്തുക്കളെ നിങ്ങൾ വിളിക്കൂ, അവരെ കൊണ്ട് പറയിപ്പിക്കൂ, അപ്പോൾ അതങ്ങ് ശരിയാകും. ആ ഒരു പീരീഡിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകം. ഇപ്പം ഒരു ഗ്രഹനിലയിലെ ആ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടറിയാം പ്രാധാന്യം, ഒരു വ്യക്തി എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഇവരെ സ്വാധീനിക്കാൻ പറ്റുക, അതൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ശരിക്കും നമുക്ക് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നല്ല, ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇടയ്ക്ക് ഉള്ള ഒരു കൺസൾട്ടേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞുങ്ങൾ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു കവിത. അതേപോലെ ആഹാരത്തിലുള്ള വ്യത്യാസം, ചിലതരം ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക, ചില ആഹാരങ്ങൾ കൊടുക്കുന്നതും ഗുണം ചെയ്യും. അതും നമുക്ക് ജ്യോതിഷപരമായിട്ട് അറിയാൻ പറ്റും. തീർച്ചയായും അതും സമയബന്ധിതം. ചില സമയങ്ങളിൽ ചില ഭക്ഷണങ്ങൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള ആസ്പെക്ട്സ്. ഇപ്പം അനുവദിക്കാൻ ഒരു കാരണവശാലും കാര്യമുണ്ട് എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ജലം ശ്രദ്ധിക്കണം എന്നൊക്കെ, വാഹനം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുൻകൂട്ടി അതൊക്കെ അറിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു ശ്രദ്ധ നമുക്കതിന് നൽകാൻ സാധിക്കുമെങ്കിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? ശരിക്കും അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ പലപ്പോഴും ആകെ നൂലുകെട്ടിനും ചോറൂണിനും ഒക്കെ സമയം നോക്കുന്നതല്ലാണ്ട് ഇനീഷ്യൽ ഫേസിൽ ഒരുപക്ഷെ കല്യാണ സമയത്തായിരിക്കും പലരും അതുപോലും ഇല്ല, ഉണ്ടെങ്കിലും അപ്പോൾ ഇല്ലാതെ ചെയ്യുന്നവർ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. പക്ഷെ എന്നാലും വിശ്വാസമുള്ളവർ പോലും പലപ്പോഴും ഈ ആസ്പെക്ട്സിനെ കുറിച്ചൊന്നും അവെയർ അല്ലാത്തതുകൊണ്ട് കുറേ കൂടെ നമുക്ക് ഇൻഫോംഡ് ആയിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ. ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രീ വില്ലുണ്ട്, ഫ്രീ വില്ലിന് വലിയൊരു റോളുണ്ട്. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ മഴ പെയ്യുക എന്നുള്ളത് ഒരു പെയ്യാതിരിക്കാം, കുട എടുക്കാം എന്നുള്ളത് നമ്മളുടെ ഫ്രീ വില്ലാണ്, നമ്മളുടെ ചോയ്സാണ്. അപ്പം ആ മഴയുടെ ഒരു സാധ്യത പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. വെതർ ഫോർകാസ്റ്റ് നോക്കി തീരുമാനിക്കണ പോലെ നമുക്ക് ജാതകം നോക്കി ഒരു ഫോർകാസ്റ്റ് ആണല്ലേ ശരിക്കും, ഒരു സയൻറ്റിഫിക്കലി ഒരു ഏൻഷ്യൻ സയൻസിന് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻഫോംഡ് ആയിട്ട് ചൂസ് ചെയ്യാനും ഇൻഫോംഡ് ആയിട്ട് ആക്ട് ചെയ്യാനുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർത്തിയാക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം.